സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. ഉമ്മാനെ കൊണ്ട് വീട് കുടിയിരിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയടിപ്പിക്കുക. ഇത് പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനം. ഉമ്മ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷെ തങ്ങന്മാർ അങ്ങനെയല്ല, അവർ പ്രത്യേകതയുള്ളവരാണ്. തങ്ങന്മാർ പ്രത്യേകതയുള്ളവരാണ്. അവർ ജന്മനാ ബറക്കത്തുള്ള ആളുകളാണ്. അവരുടെ രക്തത്തിൽ അള്ളാഹിന്റെ ഹബീബിന്റെ രക്തമാണ് അവിടെ ഒഴുകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണവർ. നമ്മുടെ ഭാര്യ ഉമ്മയാണ്. പക്ഷെ നമ്മൾ ഭാര്യയെ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, നീ ചെയ്യുന്ന പറഞ്ഞിട്ട്. ഇതേ ഭാര്യ മക്കളുടെ ഉമ്മയാണ്. മക്കൾക്ക് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം, മക്കൾ ഭാര്യ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് വീട് കൂടിയിരിക്കുന്നത് ഉമ്മ അവിടെ നിന്ന് എവിടെ ഇല്ല. ഉമ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വർക്കത്തുണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഉമ്മ കുറ്റിയടിച്ചുകൊണ്ട് ആ വീട്ടിൽ വർക്കത്തുണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് സയ്യിദന്മാരാണ്. വീട് കുടിയിരിക്കേണ്ടത് തുറക്കേണ്ടത് ഉസ്താദുമാരാണ്, അത് തങ്ങളാണ്. കുറ്റടിക്കേണ്ടത് തങ്ങളാണ്. അല്ലെങ്കിൽ നല്ല ഉഖ്റവിയായ ആലിമീങ്ങൾ ബർക്കത്തുള്ളവരാണ്. തങ്ങന്മാരൊക്കെ കുടിയിരിക്കുമ്പോൾ ഉമ്മാനെ അടുത്തിരുത്തി ചോളി, ഉമ്മാനെ പരിഗണിക്കണം നമ്മൾ. ഇത് തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിൻ്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തങ്ങളൊക്കെ വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോൾ ഉമ്മാനോടുള്ള സ്നേഹ നാട്ടുകാർ കാണുകയും ചെയ്തെന്ന പൈസ കൊടുക്കണ്ട. അതിനുവേണ്ടി ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചാണ് ഈ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷേ മക്കൾ ഉമ്മാനെ റെസ്പെക്ട് ചെയ്യണം. ദിലുല്ലാഹി ഫീ ദിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തുണ്ടാവുള്ളൂ. മാതാപിതാക്കളുടെ കോപമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെയും കോപമുണ്ടാകും. അപ്പോൾ മാതാവിനെ റെസ്പെക്ട് ചെയ്യുക, മാതാവിനെ ബഹുമാനിക്കുക എന്നതിനപ്പുറം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, കുറ്റടിപ്പിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെതായ അർഹരായ ആളുകൾ ഉണ്ടാവണം. തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. തങ്ങളൊക്കെ വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോൾ തലകിട്ടുകാരാ, ഞങ്ങൾക്ക് മുൻപ് ജീവിച്ചു പോയ തലമുറയെ നിങ്ങൾ ഒരുപാട് ഇതേപോലെ പലതും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആശുണ്ടാക്കിയിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ അതൊന്നും പറ്റാണ്ടായല്ലേ നിങ്ങൾക്ക്. ഇത് വരുമാനം കിട്ടുന്നത് ഇല്ലാതായി. അപ്പോഴുള്ള ബേജാറ്. അർഹരായത് ആരാണ്? അർഹരായ ഉദ്ഘാടനം ചെയ്യാൻ അർഹരായ ആൾക്കാർ. പെറ്റ വയറിനെ കൊണ്ട് അവർ ഉദ്ഘാടിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് പൈസ കിട്ടണില്ല. നിങ്ങൾക്ക് കിട്ടാത്ത പൈസ അതിൽ നിന്നും വരുമാനം കുറഞ്ഞ് ഓൺലൈൻ പരമായിട്ട് ചൂഷണം, നിങ്ങളുടെ ചൂഷണത്തിനെ എതിർത്തുകൊണ്ട് ആളുകൾ വ്ളോഗ് ചെയ്തു തുടങ്ങി, ആളുകൾ ചാനൽ ഇതായി തുടങ്ങി, അവർ അതിലൂടെ തന്നെ പ്രബോധനം ചെയ്തു തുടങ്ങി. അപ്പോഴൊക്കെ നിങ്ങൾക്ക് വെറുപ്പ്, ദേഷ്യം. നിങ്ങളുടെ വരുമാനം കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം, നിങ്ങൾക്ക് വെറുപ്പ്. അപ്പോൾ എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഉമ്മാനെയൊക്കെ വെച്ചിട്ട് ഇവർ ഉദ്ഘാടനം ചെയ്യുന്നത്, അത് ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾ തലകെട്ടിട്ട് കുറേ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങളുടെ വരുമാനം നിലച്ചപ്പോൾ നിങ്ങൾക്ക് കുരു. ഇനി സത്യം പറയാല, ഇനിയുള്ള ഈ തലമുറ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ, ഇതിൽ നിങ്ങൾക്കൊരു 70-80% ആളുകളെ നിങ്ങൾക്ക് കിട്ടൂല. എനിവേ നിങ്ങളുടെ ചൂഷണത്തിന് ഇത്രയും ശതമാനം ആളുകളെ നിങ്ങൾക്ക് ഇനി കിട്ടൂല. അതൊക്കെ മറഞ്ഞുപോയി. നിങ്ങളൊക്കെ പോ തള്ളിവിട്. നിങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് നിങ്ങളുടെയൊക്കെ എല്ലാ പൊട്ടിത്തെറുപ്പും ഈ ചൂഷണവും ഇതെല്ലാം ജനങ്ങൾ ഒഴിവാക്കി, ഞങ്ങളെല്ലാം ഒഴിവാക്കി. നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഈ ചൂഷണത്തിന് ഞങ്ങൾ പൈസ മുടക്കാൻ തയ്യാറല്ല. ആ രൂപത്തിൽ ഞങ്ങൾ ഈ തലമുറ ആയപ്പോൾ നിങ്ങൾക്ക് പറ്റാതെ ഇരുന്നിട്ട് തങ്ങന്മാരെ വിളിക്കണം, ഉദ്ഘാടനത്തിന് അവരെ വിളിക്കണം, കുറ്റിയടിക്ക് ഇവരെ വിളിക്കണം. ആരോടോ ഈ കുറ്റിയടിയൊക്കെ ഉണ്ടാക്കിയത്? ബുദ്ധി വെച്ച് തുടങ്ങി. പൊന്നാര മൊല്ലേ തലയേറ്റാരാ കൗമിങ്ങൾക്ക് കുറേയൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങി. തരൂല, നിങ്ങൾക്ക് 5 കാശ് തരൂല ഇനി ഉദ്ഘാടിക്കാൻ നടക്കുന്നു. അവിടെ അല്ലടാ, നിനക്കൊന്നും നാണോ മാനമില്ല? ഒരു ഇച്ചിരി ഉളുപ്പില്ല നിനക്കൊന്നും? വല്ലവനും കഷ്ടപ്പെട്ടു അധ്വാനിച്ച് ബുദ്ധിമുട്ടി അവൻ്റെ വേർപ്പിൻ്റെ ഒരു ആയുസിൻ്റെ പകുതി മുക്കാലും അവൻ ചിലവാക്കിയിട്ട് എന്തെങ്കിലും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം. ഉദ്ഘാടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം. ഇത്തിരി മനുഷ്യത്വം കാണിക്കടാ. എല്ലാത്തിനും വരുമാനം. ഒരു കുഞ്ഞ് ജനിച്ച് അപ്പം തുടങ്ങും
വരുമാനം വാങ്ങിക്കൽ. അവൻ്റെ കുഞ്ഞിൻ്റെ മുടി കളച്ചിൽ, 40 നൂലുകെട്ട്, ചപ്പ് ചവറ് അങ്ങനെ വന്ന് മരിച്ചു കഴിഞ്ഞാലും എന്താണ് 3, 7, 14 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത്രയൊക്കെ വരുമാനം ഉണ്ടാക്കിയെടുത്തിട്ട് അവൻ്റെ ജീവിതം മൊത്തം നിങ്ങളുടെ വരുമാനം. അവൻ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അപ്പോൾ ഉദ്ഘാടനത്തിന് പൈസ. ഇത്തിരി ഉളുപ്പ് ഒരു മതി, നിർത്ത്. ഇത്രയും വർഷങ്ങളായില്ലേ ഇങ്ങനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ കൗമിങ്ങളുടെ ഇത് ഇങ്ങനെ തിന്നുന്ന, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം തിന്ന് ജീവിക്കുന്നു നിങ്ങളൊക്കെ തങ്ങന്മാർ. വെറുപ്പ് തോന്നുകയാണ് നിങ്ങളൊക്കെ, വെറുപ്പ് അത്രേ ഉള്ളൂ. ഓക്കെ, 5 കാശ് തരൂല. ഓ